പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 26, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ജന്മാഷ്ടമി. ഏവർക്കും ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ജന്മാഷ്ടമി ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഓഗസ്റ്റ് 24 വിക്ഷേപിച്ച രാജ്യത്തിന്റെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരെന്താണ്? മിഷൻ റൂബി 2024. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരാണ് റൂബി 2024. ഇതൊരു റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് ആണ്. തമിഴ്നാട് ബേസ് ആയിട്ടുള്ള സ്പേസ് സോൺ ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് മിഷൻ റൂബി 2024 ചെന്നൈയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ളത്. ഈ റോക്കറ്റിന്റെ ഏറ്റവും പ്രത്യേകത അറിയുമ്പോൾ, ഈ റോക്കറ്റിൽ ഒരു ഹൈബ്രിഡ് മോട്ടോറും പാരച്യൂട്ട് ഡിപ്ലോയറും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് 3 ക്യൂബ് സാറ്റലൈറ്റ്സും 50 PICO സാറ്റലൈറ്റ്സ് ആണ് വഹിച്ചിട്ടുള്ളത്. ഈ റോക്കറ്റ് ചെന്നൈയിലുള്ള തിരുവനന്തപുരത്തായി TTDC ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റ് ഇത് മിഷൻ റൂബി 2024 ആണ്. 2024 ഓഗസ്റ്റ് 21 കേന്ദ്ര സർക്കാർ ഏത് തരം മരുന്നുകളാണ് നിരോധിച്ചത്? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ FDC. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 കേന്ദ്ര സർക്കാർ, അതായത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം 156 ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുകൾ, ഈ മരുന്നുകൾ നിരോധിച്ചു. അതായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിരോധിച്ചിരിക്കുകയാണ്. പല ടാബ്ലറ്റ്സും മരുന്നുകളും അത് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ തരം മരുന്ന് ഉൽപ്പാദിപ്പിക്കുക, ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളത്. സാധാരണ രോഗങ്ങളായിട്ടുള്ള ജലദോഷം, പനി തുടങ്ങിയ അത്തരത്തിലുള്ള അസുഖങ്ങൾ മുതൽ വലിയ അസുഖങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള 156 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് എന്ന മരുന്നുകളാണ് നിരോധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 324 ഇത്തരത്തിലുള്ള ലിസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 നിരോധിച്ചിട്ടുള്ളത്. നൈറ്റ് ഫ്രാങ്കിന്റെ പ്രൈം ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയിലെ ഏത് 2 നഗരങ്ങളാണ് ആദ്യ 2-3 സ്ഥാനങ്ങൾ പങ്കിടുന്നത്? മുംബൈ, ന്യൂഡൽഹി. നൈറ്റ് ഫ്രാങ്ക് പ്രൈം ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് ഇതനുസരിച്ച് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ വരുന്ന പ്രോപ്പർട്ടി, അതായത് റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വർധന വന്നിട്ടുള്ള 2 സിറ്റീസ് എന്ന് പറയുമ്പോൾ അത് മുംബൈ, ന്യൂഡൽഹിയാണ്. ആഗോളതലത്തിൽ 44 ടോപ്പ് ലെവലിലെ സിറ്റീസ്, അതിൽ നിന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലെ 2ാമത്തെ സിറ്റിയായിട്ട് മാറിയിരിക്കുകയാണ് മുംബൈ. ന്യൂഡൽഹി 3ാമത്തേതും. 13% വർധനമാണ് മുംബൈക്ക് വന്നിട്ടുള്ളത്. അതേപോലെ ന്യൂഡൽഹിക്കാണെങ്കിൽ 10.6% വർധനമാണ്, അതായത് റിയൽ എസ്റ്റേറ്റിൽ ഭൂമിയുടെ വില വർദ്ധിച്ചിട്ടുള്ളത്. ഇത് മുംബൈ. അതുപോലെ തന്നെ ഡൽഹി 3ാം സ്ഥാനത്ത്, അതായത് ബാംഗ്ലൂർ ആണ്. അതേസമയം 3.7% വർധനമാണ്. ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ സിറ്റിയിൽ വർധന വന്നിട്ടുള്ളത് മനീലയാണ്. മനീല സിറ്റിയിൽ 26% വർധനമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത് നൈറ്റ് ഫ്രാങ്ക് പ്രൈം ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് ആണ്. ഒഡീഷയിൽ ആരംഭിച്ച സുഭദ്ര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സാമ്പത്തിക സഹായം. ഒഡീഷയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് സുഭദ്ര പദ്ധതി. ഇത് സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കീം ആണ്. ഇതനുസരിച്ച് 50,000 രൂപയാണ് 5 വർഷം കൊണ്ട് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നൽകാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഒഡീഷ ഗവൺമെന്റ് 55,825 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് ഓരോ വർഷം 10,000 രൂപ വെച്ച് 5 വർഷം 21 വയസ്സ് മുതൽ 60 വയസ്സ് മുകളിലുള്ളവർക്ക് നൽകുന്ന ഒരു സ്കീം ആണ് സുഭദ്ര സ്കീം. ഇത് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മോഹൻ മാജിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒഡീഷയിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് മോഹൻ മാജി. ഏത് അന്താരാഷ്ട്ര ഗെയിമുകളിലാണ് ഇന്ത്യൻ സർഫിംഗ് ടീം പങ്കെടുക്കാനുള്ള ആദ്യ അവസരം നേടിയത്? ഏഷ്യൻ ഗെയിംസ് 2026. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീം ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോവുകയാണ്. അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ വരുന്ന ഏഷ്യൻ ഗെയിംസ് 2026 ഇന്ത്യ പങ്കെടുക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടിയുള്ള അർഹത നേടിയിട്ടുള്ളത് ഇപ്പോൾ നടന്നിട്ടുള്ള ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിലാണ്. ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീമും അതുപോലെ തന്നെ വനിതാ ടീമും ഏഷ്യൻ ഗെയിംസിലേക്കുള്ള സ്ഥാനം ഉറപ്പാക്കി. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ-17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതാ ടീമിന്റെ ആദ്യ ടീം കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ.
ഇന്ത്യ ആദ്യമായിട്ട് അണ്ടർ 17 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ടീം കിരീടം കരസ്ഥമാക്കി. 185 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇന്ത്യൻ വുമൻസ് ആദ്യമായിട്ട് ടീം ടൈറ്റിൽ കരസ്ഥമാക്കുന്നത്. ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് 146 പോയിന്റും കസഖ്സ്ഥാൻ ആണെങ്കിൽ 79 പോയിന്റ് ആണ് നേടിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യ 5 ഗോൾഡ് മെഡൽ, 1 സിൽവർ, 2 ബ്രോൺസ് മെഡൽസ് നേടിക്കൊണ്ടാണ് 185 പോയിന്റിൽ ഇന്ത്യയിലെ വനിതാ ടീം ആദ്യമായിട്ട് അണ്ടർ 17 കിരീടം കരസ്ഥമാക്കുന്നത്. ഈ ഒരു റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ജോർഡാനിലെ അമ്മാൻ എന്ന സ്ഥലത്താണ്. ഇതിൽ 3 തരത്തിലുള്ള റെസ്ലിംഗ് ഉണ്ടായിരുന്നു. അതായത് മെൻസ് ഫ്രീ സ്റ്റൈൽ, ഗ്രീക്കോ റോമൻ, വുമൻസ് ഫ്രീ സ്റ്റൈൽ എന്നിവയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, അടുത്തിടെ സമാപിച്ച ഉദാരശക്തി 2024 സംയുക്ത വ്യോമസേന അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യം തമ്മിലായിരുന്നു? ഇതിന്റെ ഉത്തരം മലേഷ്യ. മലേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു എയർ എക്സസൈസ്, എയർഫോഴ്സിന്റെ എക്സസൈസ് ആണ് ഉദാരശക്തി 2024. അതേപോലെ തന്നെ ഈയിടെ നടന്നിട്ടുള്ള മറ്റൊരു എക്സസൈസ് ആണ് മിത്രശക്തി. അത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എക്സസൈസ് ആയിരുന്നു. അത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു, ഇന്ത്യൻ ആർമിയും ശ്രീലങ്കൻ ആർമിയും. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഓഗസ്റ്റ് 24 വിക്ഷേപിച്ച രാജ്യത്തിന്റെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരെന്താണ്? മിഷൻ റൂമി 2024. 2024 ഓഗസ്റ്റ് 21 കേന്ദ്ര സർക്കാർ ഏത് തരം മരുന്നുകളാണ് നിരോധിച്ചത്? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ FDC. നൈറ്റ് ഫ്രാങ്കിന്റെ പ്രൈം ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയിലെ ഏത് 2 നഗരങ്ങളാണ് ആദ്യ 2-3 സ്ഥാനങ്ങൾ പങ്കിടുന്നത്? മുംബൈയും ന്യൂഡൽഹിയും. ഒഡീഷയിൽ ആരംഭിച്ച സുഭദ്ര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സാമ്പത്തിക സഹായം. ഏത് അന്താരാഷ്ട്ര ഗെയിമുകളിലാണ് ഇന്ത്യൻ സർഫിംഗ് ടീം പങ്കെടുക്കാനുള്ള ആദ്യ അവസരം നേടിയത്? ഏഷ്യൻ ഗെയിംസ് 2026. ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതാ ടീമിന്റെ ആദ്യ ടീം കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. ഇന്ന് ഓഗസ്റ്റ് 26. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, യൂണിറ്റ് 4ന്റെ മുഴുവൻ പവർ ഓപ്പറേഷൻ പ്രഖ്യാപിച്ച കക്രാപ്പർ ആണവ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡ്സ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.